ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ നാട്ടുകാർ ഭാഷ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല. നമ്മുടെ ഈ സിനിമ ഇന്ന് അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ നമ്മുടേതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവനുസരിച്ച് അങ്ങനെയാണ്. അങ്ങനെയല്ലെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത്. അല്ല, എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബിയിൽ വരുന്നത്. ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല, പക്ഷേ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ്. നിങ്ങൾ ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമ ഒന്നുകൂടെ കണ്ടൊന്ന് സന്തോഷിക്കും. ഞാൻ എൻ്റെ ശബ്ദത്തിലല്ലെങ്കിലും എനിക്ക് അങ്ങനെ അറബിയൊന്നും പറയാൻ അറിയില്ല. അറബി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ടർബോ ജോസിന് പകരം നമ്മളിട്ടിരിക്കുന്ന പേരെന്താ? ജാസിം ടർബോ. ജാസിം ടർബോ എന്നാണ് എൻ്റെ അറബിയിലെ പേര് കേട്ടത്. അപ്പോൾ അതിന് സഹകരിച്ച ഒത്തിരി ആളുകൾ, അറബ് ഭാഷ സംസാരിക്കുന്നവരും അറബും മലയാളം അറിയാവുന്ന അറബികളും അറബ് അറിയാവുന്ന മലയാളികളും മലയാളം അറിയാവുന്ന അറബികളൊക്കെ ഈ സിനിമയോട് സഹകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് പരിചയപ്പെടാം. പലരെയും നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെയാണ്. അവരെ വിളിക്കുന്നുണ്ട്. പ്ലീസ് ഈ ട്രെയിലർ ഒരു മിനിറ്റ്. നമ്മൾ ഈ പടം ഈ ട്രെയിലർ ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ്. സമയമായോ? ട്രെയിലർ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇത് അറബി പറയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കും. എന്നിട്ട് നമുക്ക് അവരെ വിളിക്കാം. ഹായ് എവ്രി വൺ. ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഈസിയായിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. പക്ഷേ മമ്മൂക്കക്ക് വേണ്ടിയിട്ട് വി സെഡ് യെസ്. ലൈക്ക് ഹൗ കുഡ് വി നോട്ട്. പിന്നെ എന്താ പിന്നെ പറയണ്ടേ? മറിയം, ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തു ഇതിനകത്ത്? ഹൗ മെനി ക്യാരക്ടേഴ്സ് യു ഡബ്ഡ് ഫോർ? അറൗണ്ട് ജസ്റ്റ് ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ വേണ്ടി മാത്രം ഡബ് ചെയ്ത വേണമെങ്കിൽ നമുക്ക് ബിന്ദു പണിക്കറിന്റെ ഫാമിലിയിലാക്കാൻ പറ്റിയ ഒരാളാണല്ലേ? താങ്ക് യു. സോ നൗ നൂറ, കം ഹിയർ. നൂറ, ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തു? ഹൗ മെനി ക്യാരക്ടേഴ്സ്? How many characters എനിക്ക് ഓർമ്മയില്ല. First of all, salam alaikum guys. Hope you guys are okay. ഇനി പറഞ്ഞു. അപ്പോൾ how was your experience dubbing for a Malayalam movie? സത്യം പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കരുതും, ഈ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കണം. ഞാൻ അവിടെ മാനേജറിനെ പോലെയാണ് നിന്നത്. ബട്ട് ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ്. ലൈക്ക് ദ ട്രാൻസ്ലേഷൻ, അതായിരുന്നു ബെസ്റ്റ് പാർട്ട്. ഓക്കെ, അമേസിംഗ്. അഹമ്മദ്, ഐ തിങ്ക് യു ഡബ് ഫോർ മമ്മൂക്ക അല്ലേ? അഹമ്മദ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹീസ് എ ബ്ലോഗർ. അറബി നന്നായിട്ട് വ്യത്യസ്തമായ അറബികൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. സോ അഹമ്മദ്, നമ്മുടെ ജോസിനെ ജാസിമാക്കി മാറ്റിയത് താങ്കളാണ്. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എൻ്റെ ആദ്യത്തെ ഡബ്ബിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം തന്നെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് മമ്മൂക്കയുടെ ക്യാരക്ടർ ആയത് വലിയ സന്തോഷമുണ്ട് എനിക്ക്. I'd like to just say one line before I go. Okay. من عرفتك أنت مثل خنجرك اللي ما منه فايدة. Thank you. അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ടോ? Just kidding. Thank you. All right, we have another gentleman as well. How was your experience? السلام عليكم. عيدكم مبارك أول شيء. The experience was amazing. Is this the first time you're watching a Malayalam film? No, it's not the first time. Okay, you watched before. I watch a lot of movies, Indian movies actually. Okay. But not specifically. How is Mammuka's action in this movie? How is the action sequence? It was next level. അറബികൾ വരെയും കണ്ട് നെട്ടിയ മമ്മൂക്കയുടെ ആക്ഷൻ സീരീസ് ആണ് പോലെ. This is an amazing movie. You have to listen to it in Arabic, and you're gonna love it even more in Emirati language. It's better than. It's not better, but it's an honor to give you this literally. Thank you so much for this amazing movie. Okay, and we have the honor to translate it in Emirati. That's the best thing, and I hope everyone here loves the movie even more in Arabic and Malayalam. Thank you so much. All right, thank you. Can we hear two words from Rashid as well? Rashid. Assalamu alaikum. We are very proud to be the first Emirati to do the voiceover in the Emirati accent, and we are very excited for you guys to watch the movie.
and we enjoyed very much to do the voiceover and yeah. എനിക്ക് നൂറ, മറിയം, അഹമ്മദ് ഇവരുടെ 3 പേരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. കാരണം നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞതും അവരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അവരവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം, വളരെ വിലപ്പെട്ട സമയം ചിലവഴിച്ചിട്ട് ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടത് നൂറയുടെ സ്കിൽസാണ്. ദാറ്റ് ഇസ് സംതിങ് വി നോ. ലൈക്ക് ആളാണ് ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റിംഗ്, ലൈക്ക് ഈ ഡയലോഗ്സ് ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ആളുടെ അഡ്വൈസ് പ്രകാരമാണ്. ആൻഡ് എസ്പെഷ്യലി ജാസിം ടർബോ, ആ ജാസിം എന്ന പേരും നൂറയാണ് സജസ്റ്റ് ചെയ്തത്. ശുക്രൻ യഖ്തി, മഷ്കൂർ. ഇത് മലയാള സിനിമ കണ്ടിട്ട് മലയാളം പഠിച്ച ആൾക്കാരാണ്. അതെ, മലയാള സിനിമ കണ്ടിട്ട് ആണ് അവരിത്. ആൻഡ് ഐ ഹാവ് ടു താങ്ക് മൈ ബ്രദേഴ്സ് റെബിൻ ആൻഡ് അരീബ് ബിക്കോസ് ദേ ഓൾസോ ഹാവ് സപ്പോർട്ടഡ് എ ലോട്ട്. ലൈക്ക് അവരൊരു ഡയറക്ടറും എഴുത്തുകാരും അല്ലെങ്കിലും അവരുടെ വളരെയേറെ പ്രയത്നമുണ്ട് ഇതിൽ. താങ്ക് യു. All right. ഇവിടെ സക്സസ് സെലിബ്രേഷൻ നടക്കാൻ ഓഫ് ദ മൂവി ടർബോ. മാത്രമല്ല ഈ ഒരു പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഈദിന്റെ ഇന്നത്തെ ലാസ്റ്റ് ഹോളിഡേ ആണ്. നാളെ എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ ഈദ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈദായി മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്ക. മേക്ക് സം നോയ്സ് വൺ മോർ ടൈം. ഇപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. നല്ല സ്ഫുടമായ മലയാളം പറയുന്ന അറബികളും അതിനേക്കാൾ സ്ഫുടമായി അറബി പറയുന്ന മലയാളിയും. ഇതൊരു വലിയ ആത്മബന്ധത്തിൻ്റെ, ഒരു വലിയ സൗഹൃദത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംഗമം നമ്മുടെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ 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 സാംസ്കാരികമായി നമ്മൾ ഉയർന്ന ഈ നാടിലെയും നമ്മുടെ ആളുകളും അതിനോട് തോട് ചേർന്ന് പോകുന്നുവെന്ന് തന്നെ വളരെ സന്തോഷകരമൊരു കാര്യമാണ്. ഈദിൻ്റെ അവസാന ദിവസമല്ലേ, 4th അവസാന ഹോളിഡേ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.